തന്നെ വാർത്തകളിൽ ഇടം നേടിയ എമ്പുരാനിൽ പ്രിയദർശിനി രാംദാസായി മഞ്ജു വാര്യർ വീണ്ടും എത്തുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രിയദർശിനിയുടെ ക്യാരക്ടറും. തൻ്റെ കരിയറിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് പ്രിയദർശിനി രാംദാസ് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രിയദർശിനിയുടെ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു. ആരോടാണ് പ്രിയദർശിനി സംസാരിക്കുന്നതെന്ന് ഊഹിക്കാനാകുമോ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എമ്പുരാന്റെ ഡബ്ബിംഗ് സമയത്തെ ഫോട്ടോയാണ് ഇതെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫോട്ടോ പുറത്തുവിടാൻ രാജുവേട്ടൻ സമ്മതിച്ചോ എന്നായിരുന്നു കമന്റ് ബോക്സിൽ ചില ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത്. എമ്പുരാനെ കുറിച്ച് സംസാരിക്കുന്നതിനും ചിത്രങ്ങൾ പുറത്തുവിടുന്നതിനും പൃഥ്വിരാജ് കൃത്യമായ മാർഗരേഖകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പാണ്. പ്രിയദർശിനി സംസാരിക്കുന്നത് സഹോദരൻ ജതിനോടാണെന്നാണ് ചിലരുടെ കമന്റുകൾ. മറുവശത്ത് അച്ഛൻ PK രാംദാസ് ആണെന്ന് പറയുന്നവരുമുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കും എന്ന് കമന്റ് ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ സംവിധായകൻ പൃഥ്വിരാജ് ആയിരിക്കും എന്ന കമന്റുകളും ഈ ഫോട്ടോയുടെ താഴെയുണ്ട്. മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. റിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ ക്യാരക്ടറുകളെല്ലാം അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തി കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 5ാം ക്യാരക്ടറായി പ്രിയദർശിനിയെ പരിചയപ്പെടുത്തിയത്. പ്രിയദർശിനിയുടെ യാത്ര എമ്പുരാനിലും തുടരുകയാണ് എന്നും ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ കഥാപാത്രം തന്നെയാണ് പ്രിയദർശിനി എന്ന് സംശയമില്ലാതെ പറയാം എന്നുമായിരുന്നു പൃഥ്വിരാജ് പങ്കുവെച്ച റീലിൽ മഞ്ജു വാര്യർ പറഞ്ഞത്. നന്ദി പറയാനുള്ളത് പൃഥ്വിയോടും മുരളി ഗോപിയോടും ആന്റണിയോടുമാണെന്നും ലാലേട്ടനൊപ്പം അഭിനയിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ എന്നും പ്രത്യേക സ്ഥാനം തന്നിട്ടുണ്ടെന്നും വീണ്ടും ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത കഥാപാത്രമാണ് പ്രിയദർശിനി എന്നും ലൂസിഫറിലേതുപോലെ തന്നെ എമ്പുരാനിലെ പ്രിയദർശിനിയെയും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നും മഞ്ജു പ്രതികരിച്ചിരുന്നു. മഞ്ജു വാര്യർക്ക് പിന്നാലെ 4ാമനായി എത്തിയത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായിരുന്നു. 3ാം നമ്പർ റിവീലിംഗിൽ അഭിമന്യു സിംഗ് ആണ് ബൽരാജ് എന്ന കഥാപാത്രമായി എമ്പുരാനിൽ എത്തുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇദ്ദേഹമാണോ മെയിൻ വില്ലൻ കഥാപാത്രമായി എത്തുന്നത് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ചിത്രത്തിനൊരു 3ാം ഭാഗം കൂടി വരുമെന്നതിനാൽ ഒരുപക്ഷെ പ്രധാന വില്ലനെ എമ്പുരാന്റെ ക്ലൈമാക്സിലായിരിക്കും വെളിപ്പെടുത്തുക എന്ന ചിന്തയും പ്രേക്ഷകരിലുണ്ട്. 2ാമനായി പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറാണ് പുറത്തുവിട്ടത്. ക്യാരക്ടർ നമ്പർ 1 പോസ്റ്റിൽ ഖുറേഷി എബ്രഹാം തന്നെയാണ് എത്തിയത്. എന്തായാലും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് പിന്നാലെയാണ് എമ്പുരാൻ എത്തുന്നത്. നിലവിലെ ഹൈപ്പ് അനുസരിച്ച് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായി എമ്പുരാൻ മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളും വ്യത്യസ്തമായ രീതിയിൽ നടക്കുകയാണ്. എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ വന്നിരുന്നു. നിലവിലെ ഹൈപ്പ് അനുസരിച്ച് നോക്കിയാൽ ഫസ്റ്റ് ഡേ കളക്ഷനിൽ മോളിവുഡിലെ റെക്കോർഡ് ചിത്രമായി എമ്പുരാൻ മാറാനാണ് സാധ്യത. ഒപ്പം ചിത്രം ഹിറ്റടിച്ചാൽ മലയാളത്തിൽ ഇന്ന് വരെ പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളുടെയും റെക്കോർഡുകളും തകർന്നേക്കും. ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു.